ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളം ഓൺലൈൻ ഏർണിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഓൺലൈൻ ഏർണിങ്ങിനെ കുറിച്ച് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലാണ്. ഓൺലൈൻ ഏർണിങ്ങിനെ കുറിച്ചുള്ള മുഴുവൻ സംശയങ്ങളും ഓൺലൈൻ ഏർണിംഗ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതും ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിയോബക്സിനെ കുറിച്ചാണ് പറയുന്നത്. നിയോബക്സിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. നിയോബക്സിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ നിയോബക്സിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർ ഈ വീഡിയോയുടെ താഴെ ഞാൻ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു സജഷൻ, നിങ്ങൾ എന്തായാലും ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് മാത്രമേ ഇത് കാണാവൂ. സോ ആദ്യത്തെ വീഡിയോയിൽ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് പഠിച്ചതിന് ശേഷം മാത്രം ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും നിയോബക്സിൻ്റെ സൈറ്റിൽ കയറുക. neobux.com എന്ന് അഡ്രസ് ബാറിൽ സെർച്ച് ചെയ്ത് അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്ത് നിയോബക്സിൻ്റെ സൈറ്റിൽ കയറുക. നിയോബക്സിൻ്റെ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണാൻ സാധിക്കും. ഇതിനകത്ത് എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ വ്യൂ അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റുകൾ, നിങ്ങളുടെ ജോലി എന്തെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. അഡ്വർടൈസ്മെൻറ്റുകൾ, ഇതിൽ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആണ് നിങ്ങൾ ജോലി ചെയ്യേണ്ടത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ലോങ് ടൈമായി വലിയൊരു എമൗണ്ട് നമുക്ക് റെക്കറിംഗ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ് നിയോബക്സ്. സോ നിങ്ങൾ ഇന്ന് തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു 6 മാസം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് നല്ലൊരു എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വളരെ സിമ്പിളാണ് ഈ ജോബ്, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഈ അഡ്വർടൈസ്മെൻറ്റുകൾ നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അതാണ് ഇതിൻ്റെ ജോലി. അഡ്വർടൈസ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അത് വലിയൊരു ജോലിയൊന്നുമല്ല. വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ അഡ്വർടൈസ്മെൻറ്റ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ 6 തരം അഡ്വർടൈസ്മെൻറ്റുകൾ വരാറുണ്ട്. എക്സ്റ്റെൻഡഡ് ആഡ്സ് വരാറുണ്ട്, സ്റ്റാൻഡേർഡ് ആഡ്സ് വരാറുണ്ട്, മിനി ആഡുകൾ വരാറുണ്ട്, മൈക്രോ ആഡ്സ് വരാറുണ്ട്, ഫിക്സഡ് ആഡ്സ് എന്നൊരു സെക്ഷനുണ്ട്, ഡിസപ്പിയറിംഗ് ഫിക്സഡ് ആഡ്സ് എന്നൊരു സെക്ഷനുണ്ട്. അപ്പോൾ ഇത്രയും 6 തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ വരാറുണ്ട്. ഇതിൽ ഈ അഡ്വർടൈസ്മെൻറ്റ് ഓരോന്നിനും ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് ഇതായി കൊടുത്തിരിക്കുന്നത്. 0.001. ഇതെല്ലാം 0.001 എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് മെമ്പർ ആകുമ്പോൾ ഈ ഒരു എമൗണ്ടേ കിട്ടത്തുള്ളൂ. ഈ സ്റ്റാൻഡേർഡ് നമ്മളൊരു സ്റ്റാൻഡേർഡ് മെമ്പർ ആകുമ്പോൾ കിട്ടുന്നതിനേക്കാൾ തുക നമ്മളൊരു പ്രീമിയം മെമ്പർ ആകുമ്പോൾ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഗോൾഡൻ മെമ്പർ ആകുമ്പോൾ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗോൾഡൻ മെമ്പർഷിപ്പാണ്. അത് $90 കൊടുത്ത് ചെയ്യേണ്ടതാണ്. പക്ഷേ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് മെമ്പറിൽ നിന്ന് കിട്ടുന്ന തുക കൊണ്ട് തന്നെ നമുക്ക് ഈ ഗോൾഡൻ മെമ്പർ ആകാവുന്നതാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും കാര്യമില്ല. ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് നമുക്ക് മുന്നേറാവുന്നതാണ്. ഈ സ്ട്രാറ്റജി ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾ അത് കണ്ടു വേണം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. കൂടുതലായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ വീഡിയോകളിലൂടെ ദൂരീകരിക്കുന്നതാണ്. സോ ഇത്രയും ആഡുകൾ വരുന്നുണ്ട്. പലപ്പോഴും ചില ആഡുകൾ, ഇപ്പോൾ ഇതിനകത്ത് ഫിക്സഡ് ആഡ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. ഓരോ അഡ്വർടൈസ്മെൻറ്റും ഓരോ കളറിലാണ്. ഞാനിതിൽ പിന്നെ ഇവിടെ ഒരു ആഡ് പ്രൈസ് വരാറുണ്ട്. ഇതെല്ലാം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോകണം. ഈ ആഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ചിലപ്പോൾ $50 ഒരുമിച്ച് അടിച്ചെന്ന് വരും. വെറുതെ ഒരൊറ്റ ക്ലിക്കിൽ ഒരു $50 കിട്ടുന്നുണ്ട്, പലർക്കും കിട്ടുന്നുണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യാതെ വിടരുത്. ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു ലോട്ടറി അടിച്ച പോലെയുള്ള ബോണസ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകളാണ് ഈ ആഡ് പ്രൈസിൽ വരുന്നത്. ബാക്കി ഈ മിനി ജോബ്സ്, സർവേ, ഗെയിംസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ വെറുതെ സമയം കൊല്ലികളാണ്. ഇത് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പോവേണ്ടതാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ സർവേ എന്നൊക്കെ പറയുന്നത് നമുക്ക് യഥാർത്ഥ ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ളതല്ല. ഇന്ത്യൻ കസ്റ്റമേഴ്സിന് സർവേ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇന്ന് കുറവാണ്. സർവേകൾ ചെയ്യുമ്പോൾ പലതും ഫെയിലാവുകയാണ് ചെയ്യുന്നത്. സോ ഇതിലെങ്ങനെയാണ് ക്ലിക്ക് ചെയ്ത് വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ പിക് ഗ്രിഡ് എന്ന് പറയുന്ന ഈ ആഡിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ റെഡ് ഡോട്ട് കാണും. ആ റെഡ് ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് വേറൊരു ന്യൂ ടാബിൽ വരും. എന്താ ഈ ആഡ് ഒരു ആഡാണ്, ഇതൊരു അഡ്വർടൈസ്മെൻ്റ് ആണ്. ഈ അഡ്വർടൈസ്മെൻറ്റ് ലോഡാകുമ്പോൾ ഇങ്ങനെ ഈ മഞ്ഞ ഫുൾ ലോഡാവും. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് വാലിഡേറ്റഡ്, അഡ്വർടൈസ്മെൻറ്റ് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിൽ പറഞ്ഞിരുന്ന 0.001 എമൗണ്ട് ക്രെഡിറ്റ് ആയിരിക്കുകയാണ്. സോ അത് കണ്ടു കഴിഞ്ഞു. ആ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. കണ്ടു കഴിഞ്ഞെങ്കിൽ ക്ലോസ് ചെയ്യുക. ഇനി അടുത്തത് എടുക്കുക.
ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജോലിയാണ്. ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ഇരുന്ന് ഒരു 5 മിനിറ്റ് നിങ്ങൾ ഒരു 6 മാസം ഓരോ ദിവസവും 5 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു നേട്ടം നേടിയെടുക്കാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് വേറൊരു സൈറ്റ് നിങ്ങൾക്ക് അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ എന്തെങ്കിലും ചാനലോ അല്ലെങ്കിൽ PSCക്ക് പഠിക്കുന്നവരോ ഒക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ ഇത്. ഞാനിന്ന് ഒരു ദിവസത്തെ എൻ്റെ ജോലിയാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ടങ്ങോട്ട് ഓരോരോ പൈസകൾ ഏൺ ചെയ്ത് പോകുമ്പോഴത്തേക്കും അഡ്വർടൈസ്മെൻറ്റ് എണ്ണം കൂടി വരും. പല തലത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ്. ഇത് തുടക്കത്തിൽ നിങ്ങൾക്ക് ഞാനൊരു ഡെമോ അക്കൗണ്ടാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ട് കുറച്ച് അഡ്വർടൈസ്മെൻറ്റുകളേ ഉള്ളൂ. മാത്രമല്ല ഈ അഡ്വർടൈസ്മെൻറ്റ് ക്ലിക്ക് കൊണ്ട് മാത്രം നമുക്ക് വലിയൊരു തുക ഏൺ ചെയ്യാൻ സാധിക്കില്ല. കാര്യം അതിൽ നമുക്ക് കിട്ടുന്നത് വളരെ ഫീബിളായിട്ടുള്ള വളരെ കുറച്ചായിട്ടുള്ളൊരു തുകയാണ്. 0.001 അത് നമ്മൾ എത്ര നാൾ ക്ലിക്ക് ചെയ്താൽ എത്ര രൂപ കിട്ടും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് നമ്മൾ ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞില്ലേ, ആ സ്ട്രാറ്റജി എൻ്റെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നിങ്ങളത് ഫുള്ള് വായിക്കുക. ആ സ്ട്രാറ്റജി എങ്ങനെയാണ് ഫോളോ, നമുക്ക് ഒരുമിച്ച് ഈ നിയോബക്സിൽ മുന്നേറാം. അപ്പോൾ ഒരുമിച്ച് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. സോ എനിക്കിനി ഒരു ആഡും കൂടെ ഉള്ളൂ. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ ഫുള്ളാവും. ഈ നിയോബക്സിൻ്റെ ഈ നിയോ ഓയാണ് ലോഡ് ചെയ്യുന്നത് കാണിക്കുന്നത്. അത് ഫുള്ളാവും. സോ ഫുള്ളായി കഴിഞ്ഞു. ഇനി ഒരൊറ്റ അഡ്വർടൈസ്മെൻറ്റേ ഉള്ളൂ. ഇത് ഓരോ കമ്പനിക്കാർ ഇതിപ്പോൾ ഈ ടോറോ എന്ന് പറയുന്ന കമ്പനി ഇവർക്ക് പരസ്യം കൊടുത്തതാണ്. നിയോബക്സ് അവരുടെ പരസ്യം കാണിക്കുന്നു. അതിന് നമ്മൾ വാച്ച് ചെയ്യുന്നു. നമുക്ക് അതിനൊരു പ്രതിഫലം തരുന്നു. ഇതാണ് ഇപ്പോൾ ആഡ് പ്രൈസ് ഇവിടെ വന്നു കഴിഞ്ഞു. ആഡ് പ്രൈസിൽ ക്ലിക്ക് ചെയ്യുക. ഇതെല്ലാ ദിവസവും ക്ലിക്ക് ചെയ്യുക. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് എമൗണ്ട് ഒന്നും കിട്ടുകയില്ല. പക്ഷേ ചില സമയത്ത് ഇതിൽ നിന്ന് ഒരുപാട് $100 വരെ കിട്ടാറുണ്ട്. $100 മുകളിലും കിട്ടാറുണ്ട്. ഇപ്പോൾ എന്താ എനിക്ക് ലക്കില്ല എന്നാണ് കാണിക്കുന്നത്. നത്തിങ് വൺ ദിസ് ടൈം. നമ്മൾ ഈ ഗൂഗിൾ പേയിലൊക്കെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് കാശ് കിട്ടാറുണ്ടല്ലോ, അതുപോലത്തെ ഒരു സംഭവമാണ് ഇത്. അഡ്വർടൈസ്മെൻറ്റ് വാലിഡേറ്റ് ചെയ്തിരിക്കുന്നു, പക്ഷേ എനിക്ക് കാശൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യുമ്പോൾ അതങ്ങ് ക്ലോസ് ആയിക്കോളും. അല്ലെങ്കിൽ നെക്സ്റ്റ് ഇതുപോലുള്ള അഡ്വർടൈസ്മെൻറ്റ് കാണണമെങ്കിൽ കാണാം. പക്ഷേ അതിലും ചിലപ്പോൾ കിട്ടണമെന്നില്ല. സോ ഞാൻ പറയുന്നത് ഒരെണ്ണം കണ്ടിട്ട് നിങ്ങളങ്ങ് ക്ലോസ് ചെയ്യുക. ലക്കുണ്ടെങ്കിൽ നമുക്ക് കാശ് കിട്ടും. വലിയൊരു ബുദ്ധിമുട്ടൊന്നും അല്ലല്ലോ ചെയ്യാനായിട്ട്. മലമറിക്കുന്ന പണിയൊന്നുമല്ല ഇത് ചെയ്യുന്നത്. സോ ഇത് ഞാനിപ്പോൾ ഇനി ക്ലോസ് ചെയ്യാൻ പോവാണ്. സോ ഇന്നത്തെ എൻ്റെ ജോലി കഴിഞ്ഞു. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇന്നലെ ഇത് ഡെമോ അക്കൗണ്ടായിട്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഇത് കാണാറില്ല. ഇത് കണ്ടോ, അറ്റൻഷൻ യെസ്റ്റർഡേ അറ്റ് സെർവർ ടൈം യു ഡിഡ് നോട്ട് ക്ലിക്ക്. കാര്യം ഇന്നലെ സെർവർ ടൈമിൽ ഞാനൊന്നും ക്ലിക്ക് ചെയ്തില്ല എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ ക്ലിക്ക് ചെയ്യാതെ വരുമ്പോൾ എനിക്ക് ഇവിടെ ഞാനൊരു 28 റെൻറ്റഡ് റെഫറൽസ് RR എന്ന് പറയും, റെൻറ്റഡ് റെഫറൽസിന് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചിട്ടിട്ടുണ്ട്. അത്തരം അവർ ക്ലിക്ക് ചെയ്യുന്നതിന് എനിക്ക് എമൗണ്ട് കിട്ടില്ല. സോ എല്ലാ ദിവസവും നിങ്ങൾ ഈ അഡ്വർടൈസ്മെൻറ്റ് ക്ലിക്ക് ചെയ്യണം. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് 9 മണി, രാത്രി 9 മണിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന സമയം. നിങ്ങൾ ആ സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. 9 മണിക്ക് ശേഷം ഒരു 12 മണിക്കകത്ത്, രാത്രി 12 മണിക്കകത്ത് 9 മണിക്ക് ശേഷം എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക. എല്ലാ ദിവസവും ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. മുന്നേറാൻ പറ്റും, പക്ഷേ ഞാൻ ആ സ്ട്രാറ്റജിയിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ ആ സ്ട്രാറ്റജിയിൽ പറഞ്ഞ എമൗണ്ട് ഏൺ ചെയ്യാൻ സാധിക്കില്ല എന്നേ ഉള്ളൂ. ഇവിടെ ഈ സീൻ അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കണ്ട 201 അഡ്വർടൈസ്മെൻറ്റുകളാണ് അതിൽ കണക്ക് കൂട്ടിയിരിക്കുന്നത്. പിന്നെ യുവർ റെഫറൽസ്, എനിക്കിപ്പോൾ റെൻറ്റഡ് റെഫറൽസ് ആണ് 28 പേര്. അവർ 675 അഡ്വർടൈസ്മെൻറ്റുകൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രീതി, വർക്ക് ചെയ്യേണ്ട രീതി. സോ നിങ്ങൾ എല്ലാ ദിവസവും ഇതിൽ വർക്ക് ചെയ്യുക. എല്ലാ ദിവസവും കറക്റ്റ് ടൈമിലാണ്. സെർവർ ടൈമിൽ ലോക്കൽ ടൈമും ഉണ്ട്. ലോക്കൽ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയം, നമ്മൾ ഇന്ത്യയിലിരുന്ന് വർക്ക് ചെയ്യുന്ന സമയം. സെർവർ ടൈം എന്ന് വെച്ചാൽ ഈ നിയോബക്സിൻ്റെ സെർവർ ടൈം ഏതാണോ അതാണ്. അത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കാണിക്കും ഇപ്പോൾ ലോക്കൽ ടൈം ഏതാണ്, സെർവർ ടൈം. ഇത് ഒരേ ദിശയിൽ വരണം, അപ്പോഴാണ് നമുക്ക് എമൗണ്ട് കൂടുതൽ കിട്ടുന്നത്. സോ ഇപ്പോൾ എനിക്ക് അഡ്വർടൈസ്മെൻ്റ് ഒന്നുമില്ല. അടുത്ത സെർവർ ടൈമിലെ അതായത് ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത് എപ്പോഴാണോ, അതായത് 1 മണിക്കാണ് ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത്, 1 മണിക്ക് രാത്രിയാണ് രജിസ്റ്റർ ചെയ്യുമെങ്കിൽ പിറ്റേ ദിവസം 1 മണിയാകുമ്പോഴത്തേക്കേ ഇത് ലോഡ് ആവത്തുള്ളൂ. ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്ത് എപ്പോഴാണോ ആ ക്ലിക്ക് ചെയ്തതിൻ്റെ 1 മണിക്കൂർ കഴിഞ്ഞ്. ഞാൻ പറയുന്നത് 9 മണി, രാത്രി 9 മണി നിങ്ങൾ എല്ലാ ദിവസവും വർക്ക് ചെയ്യുക. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. നിങ്ങൾ ഒരു കാരണവശാലും കളയരുത്. നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും.
നിങ്ങളെല്ലാവരും വർക്ക് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാത്തിനും ഉത്തരം നൽകുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. കേട്ടുകൊണ്ടിരുന്നതിന് വളരെ നന്ദി. എല്ലാവർക്കും നല്ലത് വരട്ടെ.